നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 മെക്കട്രോണിക്സിന്റെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന പോർഷനാണ്. ഓക്കെ, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്ത സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് സംസാരിക്കാനും അതുപോലെ ഞാൻ ഡിസ്കസ് ചെയ്യാതെ പോയ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ പോർഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനുമാണ് തീരുമാനം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും എന്താണ് ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും എന്താണ് ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും നമുക്ക് ശ്രദ്ധിക്കാം. Static characteristics are the values given when the steady state conditions occur. That is, the values given when the transducer has settled down after having received some input. അതായത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ the characteristics which are considered in static condition അല്ലെങ്കിൽ steady state condition. ഇൻപുട്ടുകൾ, അതായത് നമ്മൾ സെൻസറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സ്റ്റഡി സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇതിന്റെ മറ്റൊരു വശമാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ഞാനിത് ഡെഫിനിഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. refers to the behavior between the time that the input values change and the time that the values given by the transducer settles down to the steady state value. Okay, നോക്കൂ, ആദ്യം പറഞ്ഞ കേസിൽ എന്താണ് ഇൻപുട്ട് നമ്മൾ പെട്ടെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണ്, നമ്മൾ ഇൻപുട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നില്ല. ഓക്കെ, എന്നാൽ ഡൈനാമിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ when the input is changing rapidly, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇൻപുട്ട് മാറുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻപുട്ട് മാറ്റുമല്ലോ, അതായത് സെൻസറിലേക്കുള്ള ഇൻപുട്ട് മാറുമ്പോൾ ആ സെൻസർ നമുക്കറിയാം, സെൻസർ എങ്ങോട്ടാ കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു സെറ്റ് ഓഫ് സർക്യൂട്ടറി. സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടായിരിക്കും, ഒരു സെറ്റ് ഓഫ് സർക്യൂട്ടുകളിലായിരിക്കും. നോക്കൂ, ഒരു സെൻസർ കാണും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മുടെ സെൻസർ എന്ന് വിചാരിക്കുക. സെൻസേഴ്സ് ബാക്കി ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. പിന്നെ സെൻസറിൽ നിന്ന് നമുക്ക് പോകുന്നത് ഒരു സെറ്റ് ഓഫ് സർക്യൂട്ടറി കാണും, അതായത് ഒരു സെറ്റ് ഓഫ് സർക്യൂട്ട്സ് കാണും, ഒരുപാട് സർക്യൂട്ട്സ് കാണും. അതിനെ നമ്മൾ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട്സ് എന്ന് വിളിക്കാറുണ്ട്, സർക്യൂട്ടറി എന്ന് വിളിക്കാറുണ്ട്. അതിൽ നിന്ന് നമുക്കറിയാം ഇതിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ അതിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഡിവൈസിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്താണ് നമ്മൾ അതിനെ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഇൻപുട്ട് മാറുമ്പോൾ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സെൻസറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ മാറുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം ഔട്ട്പുട്ടും അതുപോലെ മാറണം, അല്ലെ? ഔട്ട്പുട്ടും അതുപോലെ മാറണം. നമ്മുടെ ഈ ഇൻപുട്ട് മാറുന്ന അനുസരിച്ച് ഔട്ട്പുട്ട് മാറാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊരു കടയിൽ ചെന്നിട്ട് ആ കടയിൽ നമ്മളൊരു എക്സാമ്പിൾ ഒരു വെയിങ് മെഷീൻ, ഒരു ഡിജിറ്റൽ വെയിങ് മെഷീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിലൊരു വെയിറ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് അതിന് ആ ഒരു സ്പെസിഫൈഡ് വെയിറ്റിലേക്ക് ചെന്നെത്തണം. എന്നാലും അങ്ങനെ പെട്ടെന്ന് പോയി എത്തൂ ഇല്ല. ഇപ്പം 25 kg ഉള്ള ഒരു സംഭവം, 25 kg വേണ്ട, അതൊക്കെ വളരെ ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു 5 kg ഉള്ള ഒരു ഐറ്റം നിങ്ങൾ ഈ വെയിങ് മെഷീന്റെ മുകളിൽ കൊണ്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതില് 5 kg എന്ന് കാണിക്കുമോ? ഇല്ല. അത് ആ 5 kg അടുത്തുള്ള ഒരു വാല്യൂലേക്ക് എത്തും. ഫോർ എക്സാമ്പിൾ ഒരു 6 kg അല്ലെങ്കിൽ 5 point സംതിങ് അല്ലെങ്കിൽ 4 point സംതിങ്, അങ്ങനെ ഒരു വാല്യൂവിൽ എത്തി അതൊന്ന് ഓസിലേറ്റ് ചെയ്യും. ഒരു ഹയർ വാല്യൂ പോയി ലോവർ വാല്യൂ പോയി അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് പതുക്കെ ആയിരിക്കും അത് അതിന്റെ അക്യുറേറ്റ് വാല്യൂവിൽ പോയി എത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ.
അപ്പോൾ അങ്ങനെ ഇൻപുട്ട് മാറുന്നതനുസരിച്ച് ഔട്ട്പുട്ട് മാറാനായിട്ട് എടുക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ അവിടെ എന്താ പറയാ നമ്മൾ അവിടെ നമ്മൾ എന്താ പറയുന്നത് അവിടുത്തെ ആ ഒരു കണ്ടീഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്, ആ ഒരു കണ്ടീഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം, ഞാൻ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ വളരെ സ്പീഡിൽ പോകാം, വേറൊന്നും കൊണ്ടല്ല, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് വളരെ എളുപ്പം തന്നെ മനസ്സിലാവുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഓക്കെ, ആദ്യം വരുന്നത് റേഞ്ച് സ്പാൻ. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. range and span. The range of a transducer defines the limit between which the input can vary. Okay, മാക്സിമം നമുക്കറിയാം, ഞാൻ അതിന് വോൾട്ട് മീറ്ററിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് റേഞ്ച് എന്താണെന്നും സ്പാൻ എന്താണെന്നും. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. സ്പാൻ ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഇൻപുട്ട് മൈനസ് ദ മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും തന്നെയാണ്. അത് തന്നെയാണ്, രണ്ടും ഏതാണ്ട് സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, എ ലോഡ് സെൽ ഫോർ ദ മെഷർമെന്റ് ഓഫ് ഫോഴ്സ് മൈറ്റ് ഹാവ് എ റേഞ്ച്. അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 50. ഓക്കെ, 50ക്ക് മുകളിൽ നമുക്ക് കൊടുക്കാനും പറ്റില്ല. ഓക്കെ, ആൻഡ് എ സ്പാൻ ഓഫ് 50 കിലോന്യൂട്ടൺ. അതായത് മാക്സിമം മൈനസ് മിനിമം ആണ് നമ്മുടെ സ്പാൻ എന്ന് പറയുന്നത്. അടുത്ത് അതുപോലെ എറർ. എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിസൾട്ട് ഓഫ് ദ മെഷർമെന്റ് ആൻഡ് ദ ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ വായിക്കാം. ഇഫ് എ മെഷർമെന്റ് സിസ്റ്റം, നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്തിനുള്ള ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ എക്സാമ്പിൾ. നമുക്ക് ഈ എക്സാമ്പിൾ വായിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എന്തിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് യൂസ് ചെയ്യുന്നതെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, if a measurement system gives a measurement reading of 25 degrees Celsius when the actual temperature is 24 degrees Celsius, then the error is +1 degree Celsius. അതായത് ടെമ്പറേച്ചർ റീഡിംഗ് തരുന്നത് 25 ഡിഗ്രി സെൽഷ്യസ്, എന്നാൽ ആക്ച്വലി അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആണ് എന്ത്? നമ്മുടെ എറർ എന്ന് പറഞ്ഞത്. അപ്പം എന്താണ്? മെഷേർഡ് വാല്യൂ 25, ട്രൂ വാല്യൂ 24, 25 മൈനസ് 24 ദാറ്റ് ഈസ് ഈക്വൽ ടു +1. ഓക്കെ, ഈ എററിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. If the actual temperature has been 26 degree, 26 degree ആണ് ആക്ച്വലി ടെമ്പറേച്ചർ, എന്നാൽ 26 ഡിഗ്രി ആണ് ഇതിന്റെ ആക്ച്വൽ ടെമ്പറേച്ചർ എങ്കിൽ നമുക്കറിയാം ഇവിടെ കാണിച്ചിരിക്കുന്ന 25 ആണ്. അപ്പൊ എന്തായിരിക്കും? 25 മൈനസ് 26. therefore the error will be -1. ആക്ച്വലി ഇതിന്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ ആണ്. നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു എക്സാമ്പിൾ വച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാനും ടീച്ചേഴ്സിനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്നും എളുപ്പം വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ്. എ സെൻസർ മൈറ്റ് ഹാവ് എ റെസിസ്റ്റൻസ്. അത് ഇതുപോലൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തേതാണ് ആക്യുറസി. Accuracy is the extent to which the value indicated by a measurement system might be wrong. It is thus the summation of all the possible errors that are likely to occur, as well as the accuracy to which the transducer has been calibrated. Okay, ഇത് എളുപ്പം മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. For temperature measuring instrument might, for example, be specified as having an accuracy of plus or minus 2 degree Celsius. This would mean that the reading given by the instrument can be expected to lie within plus or minus 2 degree Celsius. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. ഇപ്പോ ആ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ നിങ്ങൾക്ക് പനിയാണെങ്കിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ
ആക്ച്വൽ ടെമ്പറേച്ചർ, അതായത് ട്രൂ വാല്യൂ, നിങ്ങളുടെ ആക്ച്വൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇറ്റ് ബി 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി 100 ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, ആക്യുറസി എന്ന് പറഞ്ഞാൽ ±2 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ആക്യുറസി ±2 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആ ടെമ്പറേച്ചർ മെഷറിംഗ് സെൻസർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് അത് 100 ഡിഗ്രി സെൽഷ്യസിന് പകരം ചിലപ്പോ 98 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിച്ചെന്ന് വരാം, ചിലപ്പോ 102 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിച്ചെന്ന് വരാം. ഓക്കെ, മനസ്സിലായോ? ഇത്രയധികം ആക്യുറസിയുടെ വാല്യൂ, ഇത്രയധികം വാല്യൂ വരാൻ പാടില്ല. ഓക്കെ, ഒരു ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്യുറസി വാല്യൂ മിനിമം ആയിരിക്കുന്നതാണ് ആ ഡിവൈസിന്റെ എഫിഷ്യൻസി. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. So next one is the sensitivity. നോക്കൂ, sensitivity is the relationship indicating how much output there is per unit input. അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് എത്ര ഔട്ട്പുട്ട് കാണിച്ചു, is the relationship indicating how much output there is per input. For example, a resistance thermometer may have a sensitivity of 0.5 ohm per degree Celsius. Resistance thermometer എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, റെസിസ്റ്റൻസിന്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു തെർമോമീറ്റർ ആണ് അല്ലെ. ഞാൻ ഇതിനെപ്പറ്റി തെർമോകപ്പിളിനെ പറ്റി, ടെമ്പറേച്ചർ സെൻസേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്താണത്? ഞാൻ ഒരു ഫോർമുലയും പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? RT is equal to R0 into 1 plus alpha T. ആ ഫോർമുലയൊക്കെ ഓർമ്മയാണല്ലോ. അതായത് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കൂ, R0 ആണ് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസിന്റെ നോർമൽ വാല്യൂ. അതായത് നമ്മുടെ നോമിനൽ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസ് ആണ് R0. സോറി, നോമിനൽ ടെമ്പറേച്ചർ അല്ല, 0 ഡിഗ്രി സെൽഷ്യസ് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ ആണ് R0 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമുക്കറിയാം RT യുടെ വാല്യൂ കൂടും അല്ലെ. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. This term is also frequently used to indicate the sensitivity to input other than that being measured. It is environmental changes. Okay, അതായത് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, coming to the next one, hysteresis error. ഗ്രാഫ് കൂടെ നോക്കൂ, transducers can give different outputs from the same value of quantity being measured according to whether that the value has been reached by a continuously increasing change or a continuously decreasing change. This is called hysteresis. Figure 2.1 എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഞാൻ എടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. വില്യം ബോൾട്ടൺ എന്ന് പറയുന്ന ഒരു ഫേമസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. Shows such an output with the hysteresis error as the maximum difference in input for increasing and decreasing value. നോക്കൂ, ഇപ്പൊ നോക്കൂ, ഇത് വാല്യൂ ഓഫ് മെഷേർഡ് ക്വാണ്ടിറ്റിനെക്കാളും ഞാൻ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ ഇൻപുട്ട് എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വാല്യൂ ഓഫ് മെഷേർഡ് ക്വാണ്ടിറ്റി
എന്ന് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഒരു യൂസ്ലെസ് ടേം ആയിപ്പോയി ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് എന്ന് യൂസ് ചെയ്യാം. നോക്കൂ, ഫോർ എ സ്പെസിഫിക് ഇൻപുട്ട്, ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഗ്രാഫിന്റെ ഈ ഒരു പോയിന്റ്, ഇപ്പൊ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നോക്കൂ, ഫോർ എ സ്പെസിഫിക് വാല്യൂ, നോക്കൂ നമ്മൾ ഇൻക്രീസിങ് കണ്ടീഷൻ, അതായത് ഇതാണ് ഇൻക്രീസിങ് കർവ്. ഇപ്പൊ നമ്മൾ ലോ ടെസ്റ്റ് നടത്തുമല്ലോ, ലോ ടെസ്റ്റ് അറിയാമല്ലോ, ലോ ടെസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം നോ ലോഡ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ 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 ലോഡ് കൂട്ടി ഫുൾ ലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഫുൾ ലോഡ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ലോഡ് റിമൂവ് ചെയ്ത് നോ ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ നമ്മൾ അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഈ നമ്മൾ ഇതിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഇതിൽ നിന്ന് നമ്മൾ ഓരോ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസുകളെ നമ്മൾ എടുക്കുന്ന എങ്ങനെയാണ്, സെൻസേഴ്സ് വെച്ചിട്ടാണ്. ഈ സെൻസേഴ്സിന്റെ ഇങ്ങനെയുള്ള എറേഴ്സ് കാരണം, അതായത് ഇപ്പൊ നമ്മൾ സംസാരിച്ച ഹിസ്റ്ററിസിസിനെ പറ്റിയിട്ടാണ്, ഇങ്ങനെയുള്ള എറേഴ്സ് കാരണം ഇതിനെ നമ്മൾ ഇൻക്രീസിങ് കണ്ടീഷനിലും ഡിക്രീസിങ് കണ്ടീഷനിലും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാല്യൂസിന് ചെറിയ ഡിഫറൻസ് കാണും. ഇത്ര വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല, എന്നാലും വളരെ മൈന്യൂട്ട് ഡിഫറൻസ് കാണും. മനസ്സിലായോ? അതായത് ഇപ്പൊ ലോ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ലോ ടെസ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ IC എഞ്ചിൻ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ അവിടെയുള്ള നമ്മൾ വോൾട്ടേജ് കറണ്ട് വാല്യൂസ് നമ്മൾ ചില കേസസിൽ എടുക്കാറുണ്ട് അല്ലെ, പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ വോൾട്ടേജും കറണ്ടും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ എഞ്ചിനെ നമ്മളൊരു ജനറേറ്ററുമായിട്ട് അല്ലെങ്കിൽ ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ജനറേറ്ററിൽ നമ്മളൊരു ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ജനറേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജും കറണ്ടും നമ്മൾ ഓരോ സെറ്റ് ഓഫ് ലോഡിലും നമ്മൾ മെഷർ ചെയ്യണം. മനസ്സിലായില്ലേ? ഓരോ സെറ്റ് ഓഫ് കണ്ടീഷൻസിൽ നമ്മൾ മെഷർ ചെയ്യണം. അപ്പൊ അവിടെ വരുന്ന വോൾട്ടേജും കറണ്ട് വാല്യൂസിൽ വ്യത്യാസം വരും, ഇൻക്രീസിങ് ലോഡ് കണ്ടീഷനിലും ഡിക്രീസിങ് ലോഡ് കണ്ടീഷനിലും. അപ്പൊ അതിപ്പോ ഏത് പാരാമീറ്റർ ആയാലും, മനസ്സിലായില്ലേ, അതൊക്കെ സെൻസറിന്റെ ഭാഗത്ത് വരുന്ന എറേഴ്സ് ആണ്. മനസ്സിലായോ? ഇതാണ് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എ സിംഗിൾ ഇൻപുട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള വാല്യൂസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ചിലപ്പം ഇൻക്രീസിങ്, നമ്മൾ എന്താ പറയാ, ഒരു കണ്ടീഷനിലായിരിക്കും നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്, മറ്റൊരു കണ്ടീഷനിൽ നമുക്ക് വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.